ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൊമെൻറ്റ്സ്. ഇന്നെന്താണെന്നല്ലേ, ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു 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 പ്രളയമാണ്. ആൾക്കാരുടെ ജനപ്രളയം എന്ന് പറയത്തില്ലേ അത്. പിന്നെ ആൾക്കാരും അവിടെ മണപ്പുറത്ത് എക്സിബിഷനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പരിസരവും ഞാൻ പോയതിൻ്റെ തിരക്കുമൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആലുവ മണപ്പുറത്ത് ശിവരാത്രി തൊഴുതിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും അടുത്ത കൊല്ലെങ്കിലും തൊഴുതിരിക്കണം. ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു രസമാണത്. ഭയങ്കര ഒരു സമാധാനം, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് കേട്ടോ ഭയങ്കര ഒരു സുഖവും സമാധാനവും ഒക്കെ കിട്ടും. രാവിലെ കുളിച്ച് ശിവനെ കണ്ട് ശിവരാത്രിയുടെ അന്ന് പിന്നെ ബലിയിടുന്നവരുണ്ട് കേട്ടോ. ബലിയിടുന്നവർ ബലി തുടങ്ങുന്നത് ഇന്ന് വൈകുന്നേരം, നാളെ ഉള്ളൂ ബലിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ബലിയിട്ടില്ല, ഞാൻ ശിവനെ തൊഴുത് ആലുവ മണപ്പുറത്ത് ശിവനെയും തൊഴുതിട്ട് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ കുക്കിംഗ് വീഡിയോസും ഫാമിലി വ്ളോഗും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും എൻ്റെ ചാനലിൽ. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് ആലുവ ശിവരാത്രി. ഞാനൊരു ഊബർ പിടിച്ചാട്ടോ പോയത് എറണാകുളത്തുനിന്ന്. അപ്പോൾ ഊബർ ഭാഗ്യത്തിന് അവർ കയറ്റി വിട്ടു ഇന്ന് അകത്തോട്ട്. ചില സമയത്ത് അവർ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പം നമുക്ക് കയറി അകത്തോട്ട് വണ്ടികൾ കയറ്റി വിടാനുണ്ടാവും. പക്ഷേ ഇന്ന് ഏതായാലും ഭാഗ്യത്തിന് മണപ്പുറം അങ്ങ് അമ്പലത്തിൻ്റെ അവിടം വരെ വണ്ടികൾ കയറ്റി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ലൈൻ എന്തു ലൈനായിരുന്നു എന്നറിയാമോ. രാവിലത്തെ സമയം കേട്ടോ, ഇതിപ്പോൾ ഒരു 7 മണിയായി കാണും. അങ്ങനെ നല്ല സൂര്യൻ ഉദിച്ച് വരുന്ന സമയം ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ വെയിൽ ചെറുതായിട്ട് വന്നു തുടങ്ങിയ സൂര്യൻ്റെ വെയിൽ കണ്ണിലടിക്കാനായിട്ട് ദൂരേന്ന് തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ നല്ല പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ലൈൻ നിന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് നേരം ലൈൻ നിൽക്കേണ്ടി വരുന്നു. പക്ഷേ ഉണ്ടല്ലോ പെട്ടെന്ന് തൊഴുത് ആൾക്കാർ മാറ്റി വിടുന്നുണ്ടായിരുന്നു. അത് കാരണം ലൈൻ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് കുറേ നേരം നിന്ന് പോകേണ്ട ആവശ്യമില്ല. ലൈൻ പയ്യെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. നമുക്ക് കൂടിപ്പോയ ഒരു 3/4 മണിക്കൂറിനകത്ത് ലൈൻ എത്ര വലുതാണെങ്കിലും 3/4 മണിക്കൂറിനകത്ത് നമുക്ക് തൊഴുത് ഇങ്ങനെ വരാൻ പറ്റും. അപ്പോൾ അത് ലൈൻ ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. പുഴയുടെ കരയിൽ കൂടി സൈഡിൽ നിന്ന് ലൈൻ ഇങ്ങനെ ചുറ്റി ആണ് പോകുന്നത്. അപ്പം പുഴയും രാവിലെ ആൾക്കാർ പുഴയിൽ കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു പ്രത്യേക ഒരു സുഖമാണ്. അത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എൻ്റെ മുഖം ചുളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, കണ്ണിൽ സൂര്യൻ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതേ കണ്ടോ, പുഴയിലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് ഒഴുക്ക് കൂടുതലായിരിക്കും, അതായിരിക്കും അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബലി ഇടാനുള്ള സ്ഥലങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവർ. പിന്നെ ഇങ്ങനെ അകത്തോട്ടുള്ള ഒരു നമ്മുടെ ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നൊരു കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി പിന്നെ അധികം നേരമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴാൻ പറ്റും. തൊഴുന്നതിനും അങ്ങനെ വലിയൊരു തിരക്ക് എന്ന് വെച്ചാൽ മൂവിങ് ആയ കാരണം അങ്ങനെ തിരക്കൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അത് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. അപ്പോൾ അവിടെ ഇങ്ങനെ തട്ടത്തിൽ കൂളമാലയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നെയ്വിളക്ക് കത്തിക്കേണ്ടവർക്ക് നെയ്വിളക്ക്, എണ്ണ, തിരി അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും വെച്ചില്ല. ഞാനൊന്ന് പോയി തൊഴുതു ഒന്ന് ശിവനെ നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി. നമ്മൾ ആ ലൈൻ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ആ പടിയുടെ അവിടെ നിന്ന് തന്നെ പരമശിവനെ ശരിക്കും കാണാം. നമുക്ക് അടുത്ത് പോയാലും കാണാം നമുക്ക്. അല്ലാതെ നമുക്ക് ആ പടി അങ്ങനെ ഇറങ്ങി വരുന്ന ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റും. അങ്ങനെ ഇത് ഒരു ജാഥ പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ജാഥ പോലെ ഉണ്ടായിരുന്നു. അതും എല്ലാം കണ്ട് ഇങ്ങനെ നിന്ന് പോയിട്ടോ.
നല്ല രസമുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. പിന്നെ ഇത് അപ്പുറത്തെ സൈഡാണ് ഞാൻ പറഞ്ഞ നമ്മുടെ എക്സിബിഷൻ ഗ്രൗണ്ട് വരുന്നത്. അതൊരു ഭയങ്കര ഇതാണ്, ജയൻറ്റ് വീലും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വരും. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമാണ്, പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറിച്ചുകൊണ്ട് എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു ദിവസം വരുന്നുണ്ട്, അതിൻ്റെ വ്ളോഗ് ഞാൻ വേറൊരു ദിവസം എടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, സീ യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ സൂൺ. ബൈ.